ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസിന് താഴെ കോമൺ ആയിട്ട് വന്ന ഒരു കമൻറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് എന്നോടൊന്ന് ചോദിച്ചിരുന്നതാണ് ഈ വണ്ടിയുടെ ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2017 മോഡൽ ഡോമിനർ 400ൻ്റെ ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഈ വണ്ടി ഓൾമോസ്റ്റ് 20,000 കിലോമീറ്റർ കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. സോ സമയമുള്ളപ്പോൾ ഇരുന്ന് കാണുക, ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ മെയിനായിട്ടും ഈ ടോപ്പിക്കുകളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ വണ്ടിയുടെ ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞ് തന്നെ തുടങ്ങാം. ഇതൊരു 2017 ജനുവരി മെയ്ഡ് വണ്ടിയാണ്. പക്ഷെ ഞാൻ മേടിക്കുന്നത് ജൂൺ അവസാനമാണ്. ഞാൻ ഈ വണ്ടി മേടിക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള റോയൽ ബജാജ് ഷോറൂമിൽ നിന്നാണ്. സർവീസിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കോട്ടയത്തെ ഷോറൂമിലാണ്. ഈ വണ്ടി ഒരു 373cc 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയിലൊരു സ്ലിപ്പർ ക്ലച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 8000 RPM 35 bhpയും അതുപോലെ തന്നെ 6500 RPM 35 Nm ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 ലിറ്റേഴ്സാണ്. അതിൽ യൂസബിൾ എന്ന് പറയുന്നത് ഒരു 11 ലിറ്റർ അല്ലെങ്കിൽ 11.5 ലിറ്റേഴ്സാണ് യൂസബിൾ ഫ്യൂവലായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ വണ്ടിയുടെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 157 mm ആണ്. അതുപോലെ 17 ഇഞ്ച് അലോയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 110/70യും ബാക്കിൽ 150/60യുമാണ് ടയറിൻ്റെ സൈസ് വരുന്നത്. MRFൻ്റെ റെപ്സ് എന്ന് പറഞ്ഞ മോഡലാണ് കമ്പനി ബജാജ് ഡോമിനറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കുമ്പം അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ആദ്യമേ നമ്മൾ എൻജിൻ ഭാഗത്തോട്ടാണ് ശ്രദ്ധിക്കാറ്. ഒരു 1.8 lakh വിലയുള്ള ഒരു 400cc ബൈക്കിന് കൊടുക്കാവുന്ന ഒരു എൻജിൻ റിഫൈൻമെൻറ്റ് ഈ വണ്ടിക്കുണ്ട്. നോട്ട് ദ ബെസ്റ്റ് അല്ല, എന്നിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഒരു 400cc ബൈക്കിന് കൊടുക്കാവുന്ന എൻജിൻ പെർഫോമൻസ് ഈ വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ട് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കംഫർട്ട് ക്രൂയിസിങ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 90 തൊട്ട് 120 വരെയാണ്. അതായത് നല്ല രീതിയിൽ കംഫർട്ടായിട്ടുള്ള ഒരു ക്രൂയിസിങ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് ഒന്നും ഇല്ലാതെ എന്നുള്ള ഒരു സ്പീഡിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഒരു 140 വരെ ഈസി ആയിട്ട് വണ്ടി പിക്കപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള സ്പീഡ് ഗെയിൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഞാൻ ഈ വണ്ടിയിൽ മാക്സിമം എടുത്തിരിക്കുന്നത് 164-65 ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന രീതിയിലാണ് റൺ ചെയ്തിട്ടുള്ളത്. അതും കേരളത്തിലല്ല, കേരളത്തിൻ്റെ വെളിയിലാണ്. നമ്മുടെ കേരളത്തിലെ റോഡിൽ അങ്ങനത്തെ ഒരു സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. അപ്പം വിച്ച് ഈസ് നോട്ട് റെക്കമെൻഡഡ്. ആരും അങ്ങനെ ചെയ്യരുത്. ഞാനങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് തല തിന്നാൻ വരരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലോങ് റൈഡ് പോയാലും അതുപോലെ തന്നെ ഒരു സിറ്റി ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ഫസ്റ്റ് ഗിയർ പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വരുമ്പം നമ്മുടെ കൈക്ക് യാതൊരുവിധ പ്രഷറും അല്ലെങ്കിൽ പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ക്ലച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം നിങ്ങൾക്കറിയാം, ഈ വണ്ടി ABS മോഡലിലും നോൺ ABS മോഡലിലും വരുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ABS മോഡലാണ്. അപ്പം ഫ്രണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒരു വാല്യൂ ഫോർ മണി ബൈക്കിന് കൊടുക്കാവുന്ന ബെസ്റ്റ് ബ്രേക്കിംഗ് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ റിയർ ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇനി സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു USD സസ്പെൻഷൻ അല്ല, നോർമൽ ടെലിസ്കോപ്പിക്കാണ്. റയർ സൈഡിൽ വന്നിരിക്കുന്നത് മോണോഷോക്കുമാണ്, വിച്ച് ഈസ് എ മോഡറേറ്റ് വൺ. അതായത് ഭയങ്കര സ്റ്റിഫും അല്ല ഭയങ്കര സ്മൂത്തും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ് ഈ 2017 മോഡൽ ഡോമിനറിന് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു
സ്ട്രെയിറ്റ് ഹൈവേയിൽ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നോർമൽ ഒരു വഴി കൂടെ പോകുമ്പോൾ പോലും നമ്മളിപ്പോൾ 4ാമത്തെ ഗിയറിലാണോ നിൽക്കുന്നത്, 5ാമത്തെ ഗിയറിലാണോ, നമ്മൾ ഏത് ഗിയറിലാണോ നിൽക്കുന്നത് ആ ഗിയറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് റേസ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വണ്ടി ആപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് വേണ്ടി മാത്രമുള്ള വണ്ടിയല്ല, ഓഫ് റോഡും കൂടെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വണ്ടി സ്യൂട്ടാവും. അതിനുള്ളൊരു ക്യാപ്പബിലിറ്റിയും ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ MRFൻ്റെ റെപ്സ് എന്ന് പറഞ്ഞ ടയറാണ് കമ്പനി സ്റ്റോക്കായിട്ട് ഈ ബൈക്കിൻ്റെ കൂടെ തരുന്നത്. ഒരു നോർമൽ ഡേ ടു ഡേ യൂസേജിന് അല്ലെങ്കിൽ ഒരു ലോങ് റൈഡ്സ് പോകണമെന്നുള്ളവർക്കും ആ ടയർ യൂസ് ചെയ്യാം. ഇല്ല കോർണറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ വേണം, ബെറ്റർ സ്റ്റെബിലിറ്റി വേണം, റോഡ് പ്രസൻസ് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പിറേലി, മിഷലിൻ പോലത്തെ മറ്റ് ബ്രാൻഡുകളുടെ ടയറിലോട്ട് മാറാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഡിസൈനെക്കുറിച്ച് പറയാം. ഡിസൈനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 2017 സമയങ്ങളിൽ ഇതുപോലെ ഒരു യൂണീക്ക് ഡിസൈനുള്ള ഒരു ബൈക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ കുറച്ച് ബൈക്കുകൾ നോക്കി നടന്ന ഒരു സ്റ്റോറി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പം ബാക്ക് ടു ടോപ്പിക്ക്. വളരെ ഒരു യൂണീക്ക് ഡിസൈനായിരുന്നു ബജാജ് കൊടുത്തിരുന്നത്. ബജാജിൻ്റെ മറ്റ് ബൈക്കുകൾ നോക്കിയാൽ പോലും ഡോമിനറിന് കൊടുത്തിരുന്നത് ഒരു ഡിഫറെൻറ്റ് ലുക്കായിരുന്നു. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതലും ആൾക്കാർ ശ്രദ്ധിച്ച് കാണും, രാത്രി സമയങ്ങളിൽ നമ്മൾ ഭിത്തിയിലോട്ടൊക്കെ അടുപ്പിച്ച് നോക്കുമ്പോൾ ഒരു ടൈഗറിൻ്റെ ഫേസ് തെളിഞ്ഞ് വരുന്ന രീതി കാണാൻ പറ്റും. അത് ഞാനും ആദ്യമേ ശ്രദ്ധിച്ചിരുന്നില്ല. ഏകദേശം 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്, വണ്ടി എടുത്ത് 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ഈവൻ ബജാജ് പോലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. കാരണം അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സിലൊന്നും ഞാൻ അങ്ങനത്തെ ആ ഒരു ഇത് കണ്ടിട്ടില്ല. ചിലപ്പം കാണും, ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ എനിക്കും അതൊരു ഡിഫറൻ്റായിട്ട് തോന്നി. ഇനി ഇതിൻ്റെ ഫുഡ് റെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രെഡി പൊസിഷനിൽ ഇരിക്കുമ്പോൾ പോലും നമുക്ക് സ്ട്രെസ്സ് വരാത്ത രീതിയിലാണ് ഫുഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കംഫർട്ടാണ്. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്റ്റാൻസ് എന്ന് പറയുന്നത് അതിൽ വലിയൊരു ഫാക്ടറാണ്. അതിന് ഈ ഒരു ഡിസൈനിലുള്ള ഫുഡ് റെസ്റ്റ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഈ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് വിസിബിലിറ്റിയാണ്. അതെന്താണെന്ന് വെച്ചാൽ രാവിലെ ആയാലും രാത്രി ആയാലും പിറകിൽ വരുന്ന വണ്ടിക്ക് നമ്മളെ ഈസി ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ് LED ആണ് ഈ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു ടോപ്പ് ലെവൽ ബിൽഡ് ക്വാളിറ്റി അല്ല, എന്നാൽ ഒരു ചീപ്പും അല്ല എന്നുള്ള രീതിയിലുള്ളൊരു മോഡറേറ്റ് ബിൽഡ് ക്വാളിറ്റിയാണ് ഈ വണ്ടിക്കുള്ളത്. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടീനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സുമാണ്. ഞാൻ ഒത്തിരി എലാബറേറ്റ് ഒന്നും പറയുന്നില്ല, ഞാനതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കുക ഈ വീഡിയോയ്ക്ക് ശേഷം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഹാപ്പിനെസ്സും സാഡ്നെസ്സിനെ കുറിച്ചൊരു ടോപ്പിക്ക്. അപ്പോൾ എപ്പോഴാണ് ഒരു റൈഡർക്ക് അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിച്ച് കഴിയുമ്പോൾ എപ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്? യാത്ര ചെയ്ത് കഴിയുമ്പം. ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു റൈഡെന്ന് പറഞ്ഞു പോകുന്നത് കോയമ്പത്തൂരാണ്. ഞാൻ അവിടെയാണ് പഠിച്ചിരുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോയത്. 2017 ജൂലൈ ആണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് കോയമ്പത്തൂർ പോകുന്ന ഫസ്റ്റ് ട്രിപ്പ്. എനിക്ക് അന്ന് വളരെ ടയേർഡായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അത്രയും ദൂരം ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ടില്ല. അത് നല്ല രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അത് പിന്നെ 2 മാസം കൂടുമ്പം ഒരിക്കലും നാട്ടിൽ വരികയും തിരിച്ചു പോകുന്ന രീതിയിലോട്ട് വന്നു. പിന്നെ അടുത്ത 2 വർഷം 2019 എൻഡ് വരെ 2019 മിഡ് വരെ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോയമ്പത്തൂർ ടു ഊട്ടി ടു കോട്ടയം ഒരു യാത്ര നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു കണ്ടിന്യൂസ് ട്രിപ്പ് നടത്തിയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്, ബാംഗ്ലൂരിൽ നിന്ന് നാഗർകോവിൽ വഴി ട്രിവാൻഡ്രം, അവിടെ നിന്ന് തിരിച്ച് കോട്ടയത്ത് വന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം സ്റ്റേ ചെയ്തു കണ്ണൂർ പോയി. കണ്ണൂരിൽ നിന്ന് കാലിക്കറ്റ്, അവിടെ നിന്ന് തിരിച്ച് ചാലക്കുടി. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ആതിരപ്പള്ളിയിലുണ്ടായിരുന്നു.
അവിടെ ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്ത് വന്നു. ഇതൊരു കണ്ടിന്യൂസ് ട്രിപ്പായിരുന്നു. എല്ലായിടത്തും 1-2 ദിവസമായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ഞാനൊരു ദിവസം കോട്ടയം ടു കോയമ്പത്തൂർ ഒരു 3 മണിക്കൂറിൽ ഓടി ചെന്നു. അങ്ങനെ ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, എത്ര കിലോമീറ്റർ കണ്ടിന്യൂസ് നമുക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയുള്ളൊരു ടെസ്റ്റിങ് മാത്രമായിരുന്നു അത്. പോകുന്നതിന് തലേന്ന് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു. അത് കഴിഞ്ഞ് രാവിലെ ഒരു 7 മണി 8 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 3 മണിക്കൂറിനുള്ളിൽ ഞാൻ കോയമ്പത്തൂരെത്തി. അതായത് 275 കിലോമീറ്റർ കണ്ടിന്യൂസ്. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും ഞാൻ നിർത്തിയില്ല. അത് കഴിഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഏതൊരു ബൈക്ക് പ്രേമി അല്ലെങ്കിൽ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ചെയ്യണമെന്നായിരിക്കുന്നതാണ് ഒരു ലഡാക്കിലേക്കുള്ളൊരു ബൈക്ക് യാത്ര. ഞാനും ഒന്നങ്ങനെ നടത്തിയിരുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഏകദേശം 7000 കിലോമീറ്റർ ആയിരുന്നു ആ ഒരു ട്രിപ്പിന് ഓടാനുണ്ടായിരുന്നത്. അത് ഞാൻ നന്നായിട്ട് ചെയ്തു. ആ ട്രിപ്പും കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ ധനുഷ്കോടി ഒരു ട്രിപ്പ് പോയിരുന്നു. നിങ്ങൾ എൻ്റെ ഒരു മോജോ ഡെലിവറി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണറായിട്ടാണ് ഞാൻ പോയത്. അവൻ്റെ വണ്ടിയിൽ, ഞാൻ എൻ്റെ വണ്ടിയിൽ, ഞങ്ങൾ ധനുഷ്കോടി ഒരു ട്രിപ്പ് നടത്തിയിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് പെർഫോമൻസിൻ്റെ സമയത്ത് റൈഡ് കംഫർട്ടിനെ കുറിച്ചിട്ട് ഒരു ഹെഡിങ് പറഞ്ഞിരുന്നു. അത് ഞാൻ പിന്നെ പറയാമെന്നും പറഞ്ഞിരുന്നു. ഇത്രയും ട്രാവൽ ഹിസ്റ്ററി ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും യാത്രകൾ ഞാൻ ചെയ്തപ്പോഴും എനിക്ക് ആദ്യമേ ഫീൽ ചെയ്ത ആ ടയർഡ്നെസ് പിന്നെ ഒരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. സാഡ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത് സർവീസ് സെൻറ്ററിൻ്റെയാണ്. ഒരിക്കലും ഈ വണ്ടി എനിക്ക് തന്നിരിക്കുന്ന പ്രശ്നങ്ങളല്ല. വണ്ടി എനിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ലാസ്റ്റ് 3 ഇയേഴ്സായിട്ട് എനിക്ക് തന്നിട്ടില്ല. സർവീസിൻ്റെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് പറയാനുള്ളത്, എനിക്ക് സർവീസ് കോസ്റ്റ്, പെയ്ഡ് സർവീസ് കോസ്റ്റ് എനിക്ക് മാക്സിമം വന്നിരിക്കുന്നത് 2500 രൂപയാണ്. അതായത് അതിനകത്ത് ഓയിൽ ചേഞ്ച് വിടും, എയർ ഫിൽട്ടർ, അതുപോലെ തന്നെ ലേബർ, പിന്നെന്തോ ആനുവൽ ചെക്കപ്പോ അങ്ങനെ ഏതാണ്ടും പറഞ്ഞ് സർവീസ് സെൻറ്റർ പൈസ മേടിക്കുന്നുണ്ടല്ലോ, അതും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. ബേസിക് അല്ല, വേറെ മേജർ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല വണ്ടിയിൽ. അപ്പം കമ്പനി പറയുന്നത് 10000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് റെക്കമെൻഡഡ്. അതുപോലെ തന്നെ 5000 കിലോമീറ്റേഴ്സിൽ ടോപ്പപ്പ് ചെയ്യാനാണ്. പക്ഷേ ഞാൻ എല്ലാ 5000 കിലോമീറ്റേഴ്സിലും ഞാൻ ഓയിൽ മാറ്റുകയാണ് പതിവ്. സർവീസ് ടൈം ആയെങ്കിൽ ഞാൻ സർവീസ് സെൻറ്ററിൽ പോവും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മേടിച്ച് മാറ്റുകയാണ് പതിവ്. ഏകദേശം 12000 കിലോമീറ്റർ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് ആലോചിക്ക് ഒരു ബെൻഡ് വന്ന് എയർ ലീക്കേജ് വന്നിരുന്നു. 12000 കിലോമീറ്റർ ഓടിക്കാം, ഒരു റൗണ്ടാണ് 11000. ഞാൻ എക്സാക്റ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ആ ഒരു സമയത്ത് ഞാനപ്പോൾ എയർ ലീക്ക്, ഞാൻ എപ്പോഴും എയർ അടിക്കൽ തന്നെയാണ് പരിപാടി. എനിക്ക് 2 ദിവസം കൂടുമ്പോൾ എയർ അടിക്കുന്ന സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ട് കാണിച്ച പോലെ പറഞ്ഞു, അലോയ്ക്ക് ബെൻഡുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, ശരി. അപ്പോൾ അവരുടെ പറച്ചിലായിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ശരിയാകുമെന്ന്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു ക്ലെയിം ചെയ്യാൻ, ഓക്കെ സമ്മതിച്ചു. അപ്പോൾ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു 1 വീക്ക്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നോട് 7 ദിവസമോ 10 ദിവസം കണ്ടാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്തോ ലീവ് കാര്യങ്ങളായിരുന്നതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു, 10 ദിവസം കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോർമലി എന്താ ചിന്തിക്കുന്നത്, അലോയ്ക്ക് ബെൻഡ് വന്ന്, അതായത് ക്ലെയിം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആൾക്കാർ വന്ന് ചെക്ക് ചെയ്ത് ഓക്കെ അടിച്ച് കഴിയുമ്പോഴാണ് അവർ പാർട്സ് മാറ്റുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവർ പറയാണ് അലോയ് സ്റ്റോക്കില്ല, വരണം, ഇനി ഒരു 10 ദിവസം ആകുമെന്ന്. അപ്പോൾ എൻ്റെ ടെമ്പർ തെറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് പറഞ്ഞില്ല, എനിക്ക് ക്ലാസ് തുടങ്ങും, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ കൺട്രോളേഷൻ അടയ്ക്കേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ എന്ന് കുറേ പറഞ്ഞു. അവർ പറഞ്ഞു അമ്മ ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ടാണ് മറ്റേതാണ് എങ്ങനെയാണ്. അപ്പം ഞാൻ കുറച്ച് ഫയർ ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ആയ്മ പറഞ്ഞില്ലെന്നുള്ള രീതിക്ക്. പക്ഷേ നമ്മുടെ ആവശ്യമാണ്. ഞാൻ പിന്നെ പറഞ്ഞ് ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം, ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം, എൻ്റെ ഒരാഴ്ചത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ അറ്റൻഡൻസ് അത്രയും കുറയും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ കഥ കുറച്ച് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് 10 ദിവസം പിന്നെയും പോയി.
അപ്പോൾ ഞാൻ ഈ സാഡ്നെസ്സിനകത്ത് ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ചെയിൻ ഞാൻ ഏകദേശം 12,000 കിലോമീറ്ററിനകത്ത് മാറേണ്ടി വന്നു. കാരണം ഈ ക്ലെയിമിൻ്റെ സമയത്ത് അവർ ഈ വണ്ടി മഴയത്താണ് വെച്ചിരുന്നത്. തുരുമ്പ് പിടിച്ചു നല്ല രീതിക്ക്, എനിക്ക് ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ തുരുമ്പ് പിടിച്ചിട്ട് എനിക്ക് മാറേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? 12,000 കിലോമീറ്ററിൽ എനിക്ക് ചെയിൻ മാറേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ആ മഴയത്ത് വെച്ചൊന്ന് ഒറ്റ കാരണം കൊണ്ട്. അവർ വെച്ചോട്ടെ, മഴയത്ത് വെക്കാതെ അവർക്കൊരു ഷെഡൊക്കെ ഉണ്ടാക്കി ആൾക്കാർ ഈ 2 ലക്ഷം രൂപ കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് സർവീസിന് കൊണ്ട് ചെല്ലുമ്പം അവർ മഴയത്താണ് വെക്കേണ്ടത്. എനിക്ക് ആണെങ്കിൽ തലപ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ല. അവരോട് പറഞ്ഞിട്ട് വല്ല വിശേഷമുണ്ടോ? ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ അതൊക്കെയായിരുന്നു എനിക്ക് സാഡ്നെസ് തന്നിട്ടുള്ളത്. വണ്ടി കാരണം ഉണ്ടായ സങ്കടങ്ങളല്ല ഇതൊക്കെ. നോർമലി എല്ലാ കസ്റ്റമേഴ്സിനും സർവീസ് സെൻറ്റേഴ്സ് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നെനിക്കറിയത്തില്ല. ഇപ്പം കോട്ടയത്തുള്ള ഏതെങ്കിലും ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവരെന്നെ ചീത്ത വിളിക്കാൻ നിൽക്കരുത്. കാരണം അവർക്ക് ചിലപ്പോൾ നല്ല ഇതായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ബജാജ് എന്ന കമ്പനീന്, ഡോമിനർ എന്ന ബൈക്കിന് കുറ്റം പറയുന്നില്ല. ഞാൻ ആ പർട്ടിക്കുലർ സർവീസ് സെൻറ്ററിൻ്റെ കാര്യം മാത്രമാണ് ഈ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. ഹൂ ഷുഡ് ബൈ ഡോമിനർ? നിങ്ങൾക്ക് യാത്രയോട് ഇഷ്ടമുണ്ടോ? ഒരു റിലയബിൾ ആയിട്ടുള്ള ചീപ്പ് സർവീസിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നൊരു വണ്ടി വേണോ? ബെറ്റർ റിഫയർമെൻ്റ് ഉള്ള വണ്ടി വേണോ? കിട്ടോ ബജാജിൻ്റെ ഷോറൂമിലേക്ക്? അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ടൂറിങ്ങിന് അടിപൊളിയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കണ്ടതാണത്. യാത്ര ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ വണ്ടി മേടിക്കാം. അതുപോലെ തന്നെ സിറ്റി യൂസിന് മേടിച്ചോ, ഒരു പ്രശ്നവുമില്ല. 150 കിലോ താങ്ങാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി മേടിച്ചോ, ഒരു പ്രശ്നമില്ല. ധൈര്യമായിട്ട് മേടിച്ചോ. പിന്നെ അതിഭയങ്കരമായിട്ടുള്ള പവർ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് ബജാജ് ഡോമിനർ. ബജാജ് എനിക്ക് കാശ് തന്നിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത്. എനിക്ക് ബജാജ് സ്പോൺസർഷിപ്പ് ഒന്നും അല്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല. അപ്പോൾ ഒരു ഓഫ് റോഡ് മെഷീനെ വേണമെന്നുണ്ടെങ്കിൽ ഹിമാലയ മേടിക്കുക. ഒരു ഓൺ റോഡ് പ്ലസ് ഓഫ് റോഡ് മെഷീനെ വേണമെന്നുണ്ടെങ്കിൽ ഡോമിനർ മേടിക്കുക. പിന്നെ അവസാനമായിട്ട് ആര് ഡോമിനർ മേടിക്കണം? ഒരു ലോങ് ടേം യൂസർ ഡോമിനർ മേടിക്കാവുള്ളൂ. ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം ഓടിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്ന് പ്ലാൻ ഉള്ളവർക്കായിരിക്കും ബജാജ് ഡോമിനർ എടുക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിപ്പം 2 കൊല്ലത്തേക്ക് മേടിച്ചു അല്ലെങ്കിൽ 3 കൊല്ലത്തേക്ക്, 3 കൊല്ലം മാക്സിമം 3 കൊല്ലം ഉപയോഗിക്കത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കാൻ നേരത്ത് ഞാൻ ഇത്ര രൂപയ്ക്ക് മേടിച്ചതാണ്, ഞാൻ ഇത്ര രൂപയ്ക്ക് പണിതു എന്ന് പറയുമ്പം വിഷയമാണ്. ഞാൻ OLX നോക്കിയപ്പോൾ തന്നെ വില കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഉടനെ ഒന്നും ചിന്തിക്കത്തില്ല. എന്നാലും സ്വാഭാവികമായിട്ട് നമ്മളൊരു വണ്ടി മേടിക്കുമ്പം നമ്മൾ ഇത്ര കൊല്ലത്തേക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു പ്ലാനിങ് കുറഞ്ഞ പക്ഷം നമ്മുടെ മനസ്സിൽ കാണും. അതുകൊണ്ട് മേടിക്കുമ്പോൾ റീസെയിൽ വാല്യൂയും കൂടെ ശ്രദ്ധിക്കുക. ഒരു ലോങ് ടേം യൂസർ ആണെങ്കിൽ ഈ വണ്ടി പ്രൈസ് പോയിൻറ്റിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സ്റ്റിൽ വാല്യൂ ഫോർ മണി ആണോ? അതെ. നമ്മൾ വണ്ടി എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രയും കാലം വണ്ടി വാല്യൂ ഫോർ മണി തന്നെയാണ്. 2017 ഈ വണ്ടി ഞാൻ മേടിക്കുമ്പോൾ എനിക്കത് വാല്യൂ ഫോർ മണി ആയിരുന്നു. ഇപ്പോഴും വാല്യൂ ഫോർ മണിയാണ്. ഈ പ്രൈസിന് ഇത്രത്തോളം ഫീച്ചേഴ്സ് തരുന്ന, ഇത്രത്തോളം കംഫർട്ട് തരുന്ന ഒരു വണ്ടി വേറെ ഇല്ല എന്ന് ഞാൻ ഇപ്പോഴും പറയും. പുതിയ മോഡൽ ഡോമിനർ കുറച്ചും കൂടെ ബെറ്റർ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലസ് പോയിൻ്റാണ്. അതനുസരിച്ചുള്ള പൈസയും കൂടുതലാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് റെക്കമെൻഡഡ് മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയിൽ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതും കൂടെ അഡീഷണലായിട്ട് നമ്മൾ ചേർത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാം എൻ്റെ അഭിപ്രായമാണ്. ഒരു ബിഗർ വിൻഷീൽഡ്, അത് ലോങ് റൈഡ്സ് പോകുന്ന ഒരാൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ളത്
ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരുണ്ട് കുറേ പേര്. ബേസിക്കായിട്ട് കാര്യം പറയാം, വിൻ പ്രൊട്ടക്ഷൻ തന്നെ, അല്ലെങ്കിൽ വിൻ ബ്ലാസ്റ്റിങ്. ഒരു വൈസറില്ലാത്ത ഈ ഒരു വണ്ടിയുടെ കാര്യം തന്നെ പറയാം. സ്റ്റോക്ക് കണ്ടീഷനിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പം നല്ല രീതിയിൽ എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തോട്ടുള്ള വിൻ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല. ക്രൂസ് സ്പീഡും കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് സ്പീഡിലോട്ടൊക്കെ കയറുന്ന വരുമ്പം പ്രഷർ വരുന്ന വരവ് കാണണം, സഹിക്കാൻ പറ്റത്തില്ല. ഒരു ബിഗർ വിൻഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റേഡിയേറ്റർ ഗ്രില്ല്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഓഫ് റോഡ് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായും ഒരു റേഡിയേറ്റർ ഗ്രില്ല് മേടിച്ച് വെക്കണം. 2000 രൂപ അല്ലെങ്കിൽ 2500 രൂപയാണ് എൻ്റെ അറിവിൽ ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ അങ്ങനൊരു റേഡിയേറ്റർ ഗ്രില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് റേഡിയേറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓഫ് റോഡ് പോകുന്നവർക്കോ, അല്ലെങ്കിൽ ഓഫ് റോഡ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ, അല്ലെങ്കിൽ ലഡാക്ക് യാത്ര ചെയ്യുന്നവർക്കോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഹെഡ്ലൈറ്റ് കുറച്ച് പെർഫോമൻസ് പൂവറാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റുള്ള ഏരിയയിലോ ഫോഗി ഏരിയയിലോട്ടോ പോകുമ്പോൾ ഒരു ഫോഗ് ലൈറ്റ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. നാലാമത്തെ കാര്യം പില്ലിയൻ സീറ്റ് യാതൊരു തരത്തിലുമുള്ളൊരു സഹിക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ കാര്യം, അതുപോലെ ബാംഗ്ലൂർ നാഗർകോവിൽ യാത്രയുടെ കാര്യം പറഞ്ഞിരുന്നു. അന്ന് അവൻ എന്നോട് പറഞ്ഞതാണ് 100 കിലോമീറ്ററാണ് മാക്സിമം ഒരു എക്കോണമി സ്പീഡിലാണെങ്കിലും പോകാൻ പറ്റുന്നത്. പില്ലിയൻ വെച്ചുകൊണ്ട് പോകുമ്പോൾ പില്ലിന് കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു 75 to 100, 75 നല്ല രീതിയിലൊക്കെ ഒന്ന് ഇരുന്ന് പോകാം, കുഴപ്പമില്ല. പക്ഷേ 75 തൊട്ട് പയ്യെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ബട്ടക്സിന് പെയിന് അനുഭവപ്പെടും. ഇനി അവസാനത്തെ കാര്യം ടയർ. എൻ്റെ പേഴ്സണൽ ചോയ്സിന് ഞാൻ MRFൻ്റെ ഈ സ്റ്റോക്ക് ടയറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോർണറിങ്ങോ കാര്യങ്ങളല്ലാതെ അങ്ങനെ വളച്ച് തിരിച്ചുള്ള റൈഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഏറ്റവും വേണ്ടത് ഒരു കംഫർട്ട് റൈഡിങ്ങാണ്. അതിന് ഈ ടയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ടയറിൻ്റെ കാര്യം റെക്കമെൻഡഡ് മോഡിഫിക്കേഷനിൽ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, വണ്ടിയുടെ ടോപ്പ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടയർ മാറിക്കോ. നിങ്ങളുടെ റിസർച്ചിനും, അതായത് മറ്റൊരാൾ ഇന്ന ടയറാണ് നല്ലതെന്ന് പറഞ്ഞു പോയി ഇടരുത്. ഒരു 10 പേരുടെ അഭിപ്രായം ചോദിക്കുക. ഒരു 8-9 പേര് അല്ലെങ്കിൽ ഒരു 7-8 പേരും ഒരു ടയറിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടയറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന കടകളിൽ പോയി അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും അവരോടുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ആ ടയർ മേടിച്ചിടുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ടയർ ഇട്ടൊരു ഡോമിനറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി നിങ്ങൾ ഓടിക്കുന്നതുണ്ട്, ആ ഓണറിനോട് ചോദിച്ച് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഒന്ന് ഓടിച്ച് നോക്കുക. നോർമൽ ടയറും ആ മോഡിഫൈഡ് അല്ലെങ്കിൽ ആ റീപ്ലേസ് ചെയ്ത ടയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ ഓടിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ വണ്ടിയിൽ പുതിയ ടയർ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് ഈ റിവ്യൂ വീഡിയോയിലൂടെ പറയാനുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞത് തീർത്തും എൻ്റെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ